നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന ഇൻഫോർമാറ്റിക്കായ മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അസുമനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സുജാതയുടെ മൾട്ടി മിക്സ് എന്ന മോഡൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു അൺബോക്സിങ് വീഡിയോ മാത്രമല്ല, എങ്ങനെ സുജാതയുടെ നോർമൽ ജാറ് ഇംബിൾഡായിട്ട് വരുന്ന മിക്സികളിൽ നമുക്കത് കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിനെ ഒരു ഫ്രഷ് ജ്യൂസർ കോമ്പാക്റ്റബിൾ മിക്സിയാക്കി കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ജ്യൂസ് കടയിലൊക്കെ സുജാതയുടെ നോർമൽ മിക്സിയും കാണും, ജ്യൂസ് മിക്സിയും കാണും. പക്ഷേ നമുക്ക് തന്നെ ഈ ഒരു മിക്സിയെ ഒറ്റ സിംഗിൾ മോട്ടർ സെറ്റിന് നമുക്ക് നോർമൽ ജാർ സെറ്റ് ചെയ്യുന്ന മിക്സി ആക്കുകയും ചെയ്യാം. അതിനെ കുറച്ച് സെറ്റപ്പുകൾ കൂട്ടി അതിനെ കുറച്ച് കണ്ടന്റുകൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഫ്രഷ് ജ്യൂസർ മിക്സിയാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ കപ്ലർ നോക്കുക, നടുക്ക് കുഴിയുള്ള ഒരു കപ്ലർ ആയിരിക്കണം എന്ന നിർബന്ധമുണ്ട്. ഇത്തരത്തിലൊരു കപ്ലർ ആയിരിക്കണം ആ മിക്സിക്ക് ഉണ്ടാകേണ്ടത്. അതിൻ്റെ നടുക്ക് ഒരു കുഴി ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതിനുശേഷം നമുക്ക് മൾട്ടി മിക്സ് എന്ന് എഴുതിയ ഒരു വക്ക് അതിൻ്റെ ആ അരികെ നമുക്ക് എന്ത് ചെയ്യാം, ഊരിയെടുക്കാൻ സാധിക്കും. അതിനുശേഷമാണ് നമുക്ക് ഫ്രഷ് ജ്യൂസിൻ്റെ ജാറിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. എല്ലാം നമുക്ക് നോർമൽ മിക്സി, ഇപ്പോൾ ഫ്രൂട്ട് മിക്സ്, അതുപോലെ തന്നെ മൾട്ടി മിക്സ്, സൂപ്പർ മിക്സ്, അങ്ങനെ ഒരുപാട് ഡൈനാമിക്സ്, അങ്ങനെ ഒരുപാട് മിക്സികൾ വരുന്നുണ്ട്. അപ്പോൾ ഏത് മിക്സി നമുക്ക് ഇതേപോലെ കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ മുകളിൽ മൾട്ടി മിക്സ് എംബ്ലുള്ള ആ ഒരു കർവ്, ആ ഒരു വക്ക് ഞാൻ എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് ഏത് മിക്സിക്ക് ഇതേപോലെ റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ജാറ് ലോക്കാവുന്ന സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരികയാണ്. നോർമലി ഇപ്പോൾ ഈ ഒരു ജാറല്ല, ഏത് ജാറാണ്, ചട്നി ജാറാണെങ്കിലും, ചെറിയ ജാറാണെങ്കിലും, വലിയ ജാറാണെങ്കിലും, മീഡിയം ജാറാണെങ്കിലും, സ്റ്റീൽ ജാറാണെങ്കിലും, ഫൈബർ ജാറാണെങ്കിലും, സുജാതയ്ക്ക് മിക്സിക്ക് വരുമ്പം ആ ഒരു ലോക്ക് ഈ ഒരു അഗ്രത്തിൻ്റെ ഉള്ളിലോട്ട് കടന്നിരുന്നാൽ മാത്രം മതി. ജാറ് അത് ആ മിക്സിയിൽ ലോക്കായി. അതിന് സൈഡിൽ ആ ഒരു ഇത് വേണമെന്നോ അല്ലെങ്കിൽ ആ സൈഡിൽ ആ ഒരു മറ്റേ സാധനം വെക്കണമെന്നോ ഒന്നും യാതൊരു നിർബന്ധവുമില്ല. അഡീഷണൽ പോർഷൻ വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇതിങ്ങനെ ജാറ് ലോക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ആ സൈഡ് സെൻസൈഡ് പോലെയുള്ള ആ സൈഡ് ഭാഗം ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അതുപോലെ തന്നെയാണ് ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഈ ഒരു ജാറ്, ഈ ഒരു മോട്ടറിലേക്ക് നമ്മൾക്ക് ഇനി ഫ്രഷ് ജ്യൂസറിൻ്റെ ജാറ് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഫ്രഷ് ജ്യൂസറിൻ്റെ ജാറിന് കുറച്ച് അധികം ബേസ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടാപ്പ്, അതായത് ജ്യൂസ് സ്റ്റോക്ക് ചെയ്യുന്ന ടാങ്ക് പോലത്തെ ആ ഒരു ഭാഗം ഈ സുജാതയ്ക്കുണ്ട്. അത് നമ്മൾ പർച്ചേസ് ചെയ്ത് ഇതേപോലെ നമ്മുടെ മിക്സിയുടെ മുകളിൽ ഇതേപോലെ ലോക്ക് ചെയ്ത് വെക്കണം. അപ്പുറത്ത് വാൽവ് കാണുന്നത് ഫ്രഷ് ജ്യൂസ്, അതായത് പഴച്ചാറ്, പൾപ്പ് അത് കറക്റ്റായിട്ട് വീഴുന്ന ഒരു ടാപ്പാണ് അപ്പുറത്തെ സൈഡ് കാണാം. അവിടെ നമ്മൾ ഗ്ലാസ് വെച്ച് കൊടുക്കണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതിൻ്റെ താഴെ കാണുന്ന കപ്ലർ. ആ കപ്ലറിൻ്റെ നടുവശം ചെറിയൊരു കുഴി പോലെ ഉണ്ട്. അപ്പോൾ ആ കുഴി പോലെയുള്ള കപ്ലർ നമ്മൾ വാങ്ങിയിടേണ്ടതുണ്ട്. ആ കപ്ലർ എന്ന് പറഞ്ഞാൽ തിരിയണ സാധനം വാങ്ങിയിടേണ്ടതുണ്ട്. അതിനുശേഷം ഇത് ഫിൽറ്റർ, അതായത് ഫ്രഷ് ജ്യൂസറിൻ്റെ ബ്ലേഡാണ് ഈ കാണുന്നത്. ഫ്രഷ് ജ്യൂസർ ഫിൽറ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസിന് വേണ്ടി ആ ഒരു പഴത്തെ പിഴിഞ്ഞെടുക്കുന്നതും അരിഞ്ഞെടുക്കുന്നതുമായിട്ടുള്ള ബ്ലേഡാണ് ആ ജാറിൻ്റെ, ആ ഒരു ടാങ്ക് ജാറിൻ്റെ ബ്ലേഡാണ് ഇപ്പോൾ ഞാനിവിടെ വെച്ചത്. ആ ഒരു ബ്ലേഡ് അതിൽ സെറ്റ് ആവണമെങ്കിൽ ഞാൻ പറഞ്ഞു, ആ കപ്ലറിൻ്റെ നടുക്കൊരു കുഴി പോലെയുള്ള കപ്ലർ വാങ്ങി വെക്കണം. അത് ഒരു പക്ഷേ ഡൈനാമിക്സിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഡലുകൾക്ക്, പിന്നെ ഒരു 4-5 മോഡലുകളുണ്ട്, മൾട്ടി മിക്സ്, സൂപ്പർ മിക്സ്, ഡൈനാമിക്സ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു മോഡലുകൾ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ കപ്ലർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങി സ്ക്രൂ ചെയ്ത് ഇതിൽ വെച്ചാൽ നമുക്ക് ഈ ഒരു ബ്ലേഡ് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, ഈ ജ്യൂസ് ബ്ലേഡ്, ഈ ഒരു ഫിൽറ്റർ ബ്ലേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് വെക്കാൻ കഴിയും. അതിന് ശേഷം അതിൻ്റെ ടോപ്പ് സൈഡിലുള്ള ബോഡി കണക്ട് ചെയ്യേണ്ടതുണ്ട്. സൈഡ് ബോഡി നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ മുകൾ വശത്തുള്ള ബോഡിയാണ് സെറ്റ് ചെയ്യുന്നതിന്. അതിൻ്റെ ടാപ്പ് വെച്ചിരിക്കുന്ന നേരെ എതിർ സൈഡിലോട്ടാണ് നമ്മുടെ വേസ്റ്റ് ടാങ്ക് വരിക. അതായത് ചണ്ടി വീഴാനായിട്ട്, ജ്യൂസ് അടിക്കുന്നതിൻ്റെ ചണ്ടി വീഴാനായിട്ടുള്ള ടാങ്ക് വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഒരു ഭാഗത്തേക്ക് തിരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടോപ്പ് ബോഡി സെറ്റ് ചെയ്തത്. അപ്പോൾ അതോടെ അതിൻ്റെ എല്ലാ മിക്സിക്കും ഇതേപോലെ ഒരു കൊടുക്കുന്നൊരു ഭാഗം, ഒരു ക്ലാമ്പ് ഉണ്ടാവും. ഒരു കൊടുക്കുന്ന ഭാഗത്ത് ആ ക്ലിപ്പ് കറക്റ്റായിട്ട് ആ ഒരു ഹോളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ജാറ് സെറ്റായി. കണ്ടോ, ഒരു നോർമൽ മിക്സി എങ്ങനെ ആണ് ഒരു
ഫ്രഷ് ജ്യൂസിനായിട്ടുള്ള മിക്സിയായിട്ട് സുജാത കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഏത് മിക്സിക്കും സുജാത ഇങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് തന്നെയാണ് അവരെല്ലാ മിക്സിയും ഇറക്കിയിട്ടുള്ളത്. അവരുടെ ഏത് മിക്സിയും നമുക്ക് ഇതേപോലെ കപ്ലർ മാറ്റിക്കൊണ്ടും ഇതേപോലത്തെ സൈഡ് ബോഡിയും ടോപ്പ് ബോഡിയും വെച്ചുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രഷ് ഇത് ആണ് ഇതിനകത്തേക്കാണ് വേസ്റ്റ് വരിക. ചണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ടാങ്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പുറത്ത് വീഴും. അപ്പോൾ ഈ ടാങ്ക് വെക്കുകയാണെങ്കിൽ ടാങ്കിലേക്ക് ആ ചണ്ടി വീണോളൂ. അതായത് അതിൻ്റെ വേസ്റ്റ് പുറത്താവാതെ ഈ പഴത്തിൻ്റെ ചണ്ടിയൊക്കെ ഈ ഒരു ടാങ്കിലേക്ക് വന്ന് വീണോളും. ഓക്കെ, അതങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സുജാതയുടെ നോർമൽ മിക്സി നോക്കുകയാണെങ്കിൽ ഒരു ഫ്രഷ് ജ്യൂസ് പഴച്ചാറ് ഊറ്റിയെടുക്കുന്ന നമ്മൾ കടകളിൽ കാണുന്ന മിക്സിയായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇത് പണ്ട് മുതലേ സുജാത ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കൊടുക്കാനൊന്നും ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാനൊന്നും പല ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ മൾട്ടി മിക്സ് എന്ന് പേരിട്ടിട്ട് ഒരു മോഡൽ ഇറക്കിയത്. അതിൽ നോർമൽ ജാറും ഉണ്ടാവും, ഇതേപോലെ കൺവേർട്ട് ചെയ്യാനുള്ള മോഡൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മൾട്ടി മിക്സ്. അപ്പോൾ അതിനകത്ത് ഇതേപോലെ നമുക്ക് ചെയ്യാം. ഇതുപോലെ നോർമൽ ജാറും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഫ്രഷ് ജ്യൂസറിൻ്റെ സൈഡ് ബോഡിയും ടോപ്പ് ബോഡിയും ബ്ലേഡും ഒക്കെ അതിനകത്ത് ഫിൽറ്റർ ബ്ലേഡും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. മൾട്ടി മിക്സ് ഇല്ല, നിങ്ങളിനി സൂപ്പർ മിക്സ് വാങ്ങി ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ അതിൻ്റെ കപ്ലറിൻ്റെ നടുക്ക് കുഴിവുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡ് ബോഡിയും ടോപ്പ് ബോഡി അതേപോലെ തന്നെ ബ്ലേഡും വാങ്ങി വെച്ചാൽ, ടാങ്കും വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ ജ്യൂസറായിട്ട് കൺവേർട്ട് ചെയ്യാം, ഫ്രഷ് ജ്യൂസറായിട്ട് കൺവേർട്ട് ചെയ്യാം. നിങ്ങളുടെ കപ്ലറിൽ നടുക്ക് കുഴിവില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് എൻ്റെ ബ്ലേഡ് ഇറങ്ങിയിരിക്കുന്ന കുഴിവുള്ള കപ്ലർ 100 രൂപയുടെ ചോടേ ഉള്ളൂ. കപ്ലർ വാങ്ങി നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. സ്ക്രൂ അയച്ചിട്ട് കപ്ലർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, കുഴിവുള്ള കപ്ലർ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു ബ്ലേഡിനകത്ത് കൊടുക്കാൻ പറ്റും. അതായത് ഫ്രഷ് ജ്യൂസറിൻ്റെ ഈ ഫിൽറ്റർ ബ്ലേഡ്, അരിപ്പ പോലെയുള്ള ഫിൽറ്റർ ബ്ലേഡ് നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കുക. ഇത് ഞാൻ കാണിച്ചു തന്നത് പഴം ഇട്ട ശേഷം, നമുക്കിപ്പോൾ ക്യാരറ്റാണെങ്കിൽ ക്യാരറ്റ് ഇട്ട ശേഷം പ്രസ് ചെയ്യുന്ന ഒരു സാധനമാണ്, ഒരു ദണ്ടാണ് ഞാൻ മുകളിൽ ഇറക്കി വെച്ചത്. അപ്പോൾ ഇതേപോലെ പഴം ഇട്ടിട്ട് ആ സാധനം ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ഈ ടാപ്പിൻ്റെ അടുത്ത്, ഇങ്ങനെ സൈഡിലെ ടാപ്പിലൂടെയാണ് ജ്യൂസ് വരിക, ടാപ്പിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് മതിയെങ്കിൽ, അപ്പോൾ 1-2 അല്ലി ഓറഞ്ച് ഇടുകയാണെങ്കിൽ അത്ര മാത്രം നീര് ഈ ഗ്ലാസ്സിലേക്ക് വീഴുകയും, നമുക്ക് ഒരു ഗ്ലാസ് കറക്റ്റായിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ 4 അല്ലി ഇടുക, അല്ല 5 അല്ലി അല്ലെങ്കിൽ 5 കഷണം ഇടുകയാണെങ്കിൽ ഒരു ഗ്ലാസ് കറക്റ്റായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടും. മറ്റേത് ഒരു സുമാറ് വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് പഴത്തിൻ്റെ ചാറ് മാത്രം, അതിനകത്തേക്ക് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അതായത് ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയും അങ്ങനെ ജാറിലിട്ടടിക്കുമ്പോൾ നമുക്ക് സുമാറ് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണം. ഇതിനെ ഒന്നുമില്ല, പഴത്തിൻ്റെ നീര് മാത്രം, അതിൻ്റെ സത്ത മാത്രം ഊറ്റിയെടുക്കുകയാണ്. ചണ്ടി നമ്മൾ പിറകത്തെ ടാങ്കിലോട്ട് വെക്കുകയാണ്. ഞാൻ നോർമൽ മിക്സി ആക്കി കൺവേർട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ജ്യൂസർ മിക്സിനെ വീണ്ടും പഴയ പോലെ തന്നെ സുജാതയുടെ നോർമൽ ജാറ് വെക്കുന്ന ഒരു സാധാ മിക്സി, നമുക്ക് അരവിന് വേണ്ടിയിട്ട് മാവാട്ടാനോ അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സാധാ ഒരു അരക്കുന്ന മിക്സിയായിട്ട് ഇതേ മൾട്ടി മിക്സിനെ ഒന്ന് കൺവേർട്ട് ചെയ്യുകയാണ്. അതാണ് ആ ഒരു ഭാഗമുണ്ടല്ലേ, ഈ ബ്ലേഡിലേക്കാണ് ആ സാധനം ഉണ്ടല്ലേ, ആ ഒരു പോർഷന് നമ്മുടെ കപ്ലറിലേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയാണ്. കപ്ലറിൻ്റെ നടുക്ക് കുഴിവുണ്ടാവണം എന്ന് ഞാൻ പറയാൻ കാരണം കേട്ടോ. അതൊക്കെ ഇറങ്ങിയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള കപ്ലർ വാങ്ങി സെറ്റ് ചെയ്യണം. ഈ കപ്ലർ നമുക്ക് വാങ്ങാൻ പറ്റും. അത് ഈ ഒരു ബ്ലേഡ് അതിനകത്തേക്ക് ഇറങ്ങിയിരിക്കണമെങ്കിൽ ആ ഒരു കപ്ലറിൽ നടുക്കൊരു കുഴിവുണ്ടാണ്. അപ്പോൾ കപ്ലറിൽ നടുക്ക് കുഴിവുള്ളതുകൊണ്ട് കുഴിവില്ലാത്തതുകൊണ്ട്, ഇനി അതല്ല എങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു റബ്ബറിൻ്റെ ഒരു കട്ട പോലെ കപ്ലറിൻ്റെ മുകളിൽ കാണാം. ആ റബ്ബർ കട്ട എടുത്ത് മാറ്റുകയാണെങ്കിൽ അതിൻ്റെ നടുക്കൊരു കുഴിവ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ റബ്ബർ കട്ട പോലെ അവർ ആ ഒരു കുഴീനെ മായ്ച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ റബ്ബർ കട്ട അല്ലെങ്കിൽ റബ്ബറിൻ്റെ ഒരു ഭാഗം വെച്ച് ആ കുഴിയും മറച്ച് വെച്ചിട്ട് ചില കപ്ലറുകളിൽ കാണാറുണ്ട്. അപ്പോൾ അത്തരം കപ്ലറുകളാണെങ്കിൽ ആ റബ്ബർ കട്ട എടുത്ത് മാറ്റുകയാണെങ്കിൽ അവിടെ കുഴിവ് വരും. അപ്പോൾ നമുക്ക് ഈ ഫ്രഷ് ജ്യൂസറിൻ്റെ ബ്ലേഡ് എന്ത് ചെയ്യാം, ഫിൽറ്റർ ബ്ലേഡ് എന്ത് ചെയ്യാം, നമുക്ക് അതിനകത്തേക്ക് ഇറക്കി വെച്ചാൽ അത് ലോക്ക് ആയിക്കോളും. അതാണ് ഇതിനെനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കപ്ലറിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കാണ് കപ്പർ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ റബ്ബർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഡാലിയത്തിൻ്റെ കപ്പറും വരുന്നുണ്ട്. ഇൻഡാലിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലുമിനിയത്തിൻ്റെ കുറച്ച് കട്ടിയുള്ള ലോഹമാണ് ഇൻഡാലിയം. ഇൻഡാലിയത്തിൻ്റെ കപ്പർ നമുക്ക് എക്സ്ട്രാ സ്ട്രോങ് ആയിരിക്കും, നല്ല സ്ട്രോങ് ആയിരിക്കും. അത്തരത്തിലുള്ള കപ്പറുകളൊക്കെ ഡൈനാമിക്സിലേക്ക് വരുന്നുണ്ട്. അത്തരം കപ്പറുകളിലാണെങ്കിൽ ഒരു പക്ഷേ ഇത് നടക്കണമെന്നില്ല. പക്ഷേ പ്ലാസ്റ്റിക് കപ്പറുകളാണ് ഇത്ര കുഴിവ് വന്നത് ഞാൻ കാണുന്നത്. പലരും കപ്പറുകൾ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ അതിന് വെക്കാനുള്ള ആ ഒരു സജ്ജീകരണം ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുഴിവുണ്ടോ എന്ന് നോക്കുക ഏത് കപ്പറാണെങ്കിലും. ഇപ്പം നോക്കുകയാണെങ്കിൽ നോർമൽ മിക്സി ആയിട്ട് വീണ്ടും കൺവേർട്ട് ആയിട്ടുണ്ട്.
ഇത് നമുക്ക് വേണമെങ്കിൽ ചെറിയ ചട്നി ജാർ വെക്കാം, ജ്യൂസ്, അതേപോലെ തന്നെ മീഡിയം ജാറുണ്ട്. സാധാ നമുക്ക് എന്ത് വേണമെങ്കിലും അരിച്ചെടുക്കാനോ പൊടിച്ചെടുക്കാനോ ഇനി മാവ് ആട്ടാനോ. ഇതിപ്പോൾ ഫിൽറ്റർ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്ന ടൈപ്പ് ജാറാണ് ഇപ്പോൾ അതിരിക്കുന്നത്. തേങ്ങാപ്പാൽ പുറത്തും തേങ്ങയുടെ ചണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.